അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന് ആരാധന നിർവഹിക്കാൻ വേണ്ടി മാത്രമായി പള്ളികളിൽ കഴിയുന്ന അതിപ്രധാനമായ ആരാധനയാണ് എഴുത്തിക്കാഫ്. സദാ ആരാധനകളിൽ കഴിയുന്ന മലക്കുകളെപ്പോലെ മനുഷ്യൻ ആത്മീയ ഉന്നതിയിലെത്തുന്ന അവസ്ഥയാണ് എഴുത്തിക്കാഫ്. ദുനിയാവിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി ആത്മീയതയിൽ ലയിക്കാനുള്ള അസുലഭ അവസരമാണ് എഴുത്തിക്കാഫ് കൊണ്ട് ഒരു മനുഷ്യന് ലഭ്യമാവുന്നത്. നമുക്കറിയാം, പള്ളി നിർമ്മാണം, ആ പള്ളി നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി തന്നെ ആ ലക്ഷ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ അവിടുന്ന് എഴുത്തിക്കാഫിനെയും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വഅഹിദ്ന ഇല ഇബ്രാഹീമ വ ഇസ്മാഈല അൻ ത്വഹീറ ബൈത്തിയ ലിത്താഇഫീന വൽ ആഖിഫീന വറുക്കഇ സുജൂദ്. അവിടെ വൽ ആഖിഫീന എന്ന് എഴുത്തിക്കാഫിൻ്റെ മഹത്വം കൂടി അവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് എഴുത്തിക്കാഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പള്ളിയിൽ സാധാരണ ഒരാൾ അടങ്ങി താമസിക്കുന്നതിൻ്റെ, നിസ്കാരത്തിൽ അടങ്ങി താമസിക്കുക എന്ന ഒരു സെക്കൻഡ് താമസിക്കുന്ന ആ ഒരു അടക്കം, അത്ര സെക്കൻഡിന് മുകളിൽ പള്ളിയിൽ ഒരാൾ താമസിക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് അവനെ എഴുത്തിക്കാഫിൻ്റെ നിയത്ത് കരുതാവുന്നതാണ്. പക്ഷേ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്ക് ചില നിബന്ധനകൾ പരിശുദ്ധമായ ഇസ്ലാം പറയുന്നുണ്ട്. എഴുത്തിക്കാഫ് ഇരിക്കുന്ന വ്യക്തി മുസ്ലിം ആകണം, അതേപോലെ തന്നെ തമ്മീസ് എത്തിയ ആളാകണം, വകതിരിവ് എത്തിയ ആളാവണം, അതേപോലെ തന്നെ തടസ്സങ്ങളിൽ നിന്ന് ഒഴിവായ ആളാകണം, പ്രതിഫലം കിട്ടുന്നതിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ഒഴിവായ ആളാകണം. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാഫിറായ മനുഷ്യൻ, അമുസ്ലിമായ മനുഷ്യൻ എഴുത്തിക്കാഫ് ഇരുന്നാൽ അതൊരിക്കലും ശരിയാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നീയത്ത് അത് ശരിയാവില്ലല്ലോ. കാരണം നീയത്തിലേക്ക് ആവശ്യമുള്ള ഒരു ഇബാദത്താണ് എഴുത്തിക്കാഫ്. അദ്ദേഹമാണെങ്കിൽ നീയത്ത് ശരിയാകാൻ മാത്രമുള്ള ആ ഒരു പ്രാപ്തി നേടിയ ആൾ അല്ല. അതേപോലെ തന്നെ ചെറിയ കുട്ടി, മുമയ്യസ് അല്ലാത്ത ചെറിയ കുട്ടി, അവരുടെ എഴുത്തിക്കാഫും ശരിയാവില്ല. ഒരു ഭ്രാന്തനായ ആൾ വന്ന് എഴുത്തിക്കാഫ് ചെയ്ത് ഇരുന്നാലും അതും ശരിയാവില്ല എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എഴുത്തിക്കാഫിൻ്റെ നീയത്ത് നമ്മൾ സാധാരണ പള്ളികളിൽ എഴുതപ്പെട്ട് കാണുന്നത് പോലെ നവൈത്തുൽ എഴുത്തിക്കാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് തന്നെയാണ്. എഴുത്തിക്കാഫിൻ്റെ പ്രതിഫലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ച് ഒരു ദിവസം എഴുത്തിക്കാഫ് ഇരിക്കുന്നയാൾക്കും നരകത്തിനുമിടയിൽ 3 ഖന്തക്കുകൾ ഉണ്ടാകും. അത് ഓരോന്നും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ത്വബറാനി ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ എഴുത്തിക്കാഫിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റമദാനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്തിക്കാഫ്, അവിടുത്തെ അവസാന 10 പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫ് ഇരിക്കലായിരുന്നു പതിവ്. കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാന ഹത്താ തവഫാഹു അല്ലാഹു തുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി എന്ന് നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മദീനയിൽ വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും എഴുത്തിക്കാഫ് ഉപേക്ഷിച്ചിട്ടേ ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫ് ഉപേക്ഷിക്കുക എന്ന കർമ്മം ചെയ്തിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്കവിടുത്തെ ഹദീസുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയഖള അഹ്ലഹു. അതേപോലെ തന്നെ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരി. മറ്റുള്ള 10കളിൽ അധ്വാനിക്കുന്നതിനേക്കാളുപരി അവസാനത്തെ 10ൽ വല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ അധ്വാനിക്കുമായിരുന്നു എന്ന് നമുക്കിവിടുത്തെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എഴുത്തിക്കാഫിലൂടെ നാം നേടുന്നത് എന്താണ്? ലൈലത്തുൽ ഖദ്റിന് ഏറെ സാധ്യതയുള്ള വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 എഴുത്തിക്കാഫിലൂടെ സജീവമാക്കുമ്പോൾ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്.